വെൽക്കം ടു ലൈഫ് ആൻഡ് നോട്ട്. ഇന്ന് നമ്മൾ ഒരു വാട്ടർഫോൾ കാണാൻ വേണ്ടി പോവാണ് കേട്ടോ. സോ വളരെ ബ്യൂട്ടിഫുൾ ആൻഡ് സ്പിരിച്വൽ ആയിട്ടുള്ളൊരു വാട്ടർഫോളിലേക്കാണ് പോകുന്നത്. ഇത് നമ്മുടെ രാജസ്ഥാനിലുള്ള കോട്ടയിലാണ് ഇത് സിറ്റുവേറ്റഡ് ആയിട്ടുള്ളത്. അറൗണ്ട് 10 to 15 കിലോമീറ്റേഴ്സിൻ്റെ ഒരു ഡിസ്റ്റൻസ് ഉണ്ട് നമ്മളുടെ കോട്ടയിൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തന്നെ നമുക്കൊരു 10 to 15 കിലോമീറ്റേഴ്സ് ഉണ്ട് കേട്ടോ. സോ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി വെരി എക്സൈറ്റിംഗ്, വെരി ഇൻട്രസ്റ്റിംഗ്. So, welcome to Karneshwar Mahadev Waterfalls. ഈ വാട്ടർഫാളിലേക്ക് എൻട്രൻസിന് ഫീസും കാര്യങ്ങളൊന്നുമില്ല. ഇറ്റ്സ് വെരി ഫ്രീ. എല്ലാവർക്കും എപ്പോൾ വേണമെങ്കിലും പോകാൻ പറ്റും. പിന്നെ ടെമ്പിൾ വിസിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു ടൈം ഷെഡ്യൂളുണ്ട്. രാവിലെ 6 to വൈകിട്ട് 6 മണി. സോ 6 മണീൻ്റെ ഉള്ളിൽ എല്ലാം ക്ലോസ് ആകും വൈകുന്നേരം. സോ ആർക്കെങ്കിലും ടെമ്പിൾ വിസിറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഈ ഒരു ടൈം ഷെഡ്യൂളിൻ്റെ ഉള്ളിൽ തന്നെ വരാം. പിന്നെ വീക്കെൻഡ്സിൽ വരുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്, കാരണം ഓഫ് ഡേയ്സിലൊക്കെ നല്ല തിരക്കാണ്. പിന്നെ ഒരു മെയിനായിട്ടുള്ള കാര്യം പറയാനുള്ളത്, ഇത് ഒരു കാടിൻ്റെ ഉള്ളിൽ സിറ്റുവേറ്റഡ് ആയിട്ടുള്ള ഒരു ടെമ്പിളും വാട്ടർഫോളുമാണ്. സോ നമുക്ക് വഴിയൊക്കെ കുറച്ചിങ്ങനെ ഒരു ലോൺലി ഫീലൊക്കെ കിട്ടും. പക്ഷേ ആസ് യു എൻറ്റർ ഇൻസൈഡ് ദി ഫോറസ്റ്റ് ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. നമുക്കൊരു എന്താ പറയുക, ഒരു മനസ്സമാധാനം കിട്ടുന്നൊക്കെ പറയില്ല, അങ്ങനത്തെ ഒരു. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇടാൻ പോകുന്ന ചെരുപ്പുകൾ എങ്ങനത്തെയാണെന്നുള്ളത് കേട്ടോ. നമുക്ക് കംഫർട്ടായിട്ടുള്ള സാധനങ്ങൾ മാത്രം യൂസ് ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ റോക്സ് ഭയങ്കര സ്ലിപ്പറി ആയിട്ടുള്ള റോക്സുകളാണ്. എപ്പോഴാണ് കാല് തെന്നുക, നമ്മളെപ്പോഴാണ് താഴെ വീഴുക എന്നുള്ളൊരവസ്ഥയിലുള്ള കല്ലുകളാണ്. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ തന്നെ കാണാമല്ലോ, ഭയങ്കര തെന്നൽ. അതും മഴക്കാലമാണെങ്കിൽ പിന്നെ പറയും വേണ്ട, ചളിയും തെന്നലും കൺഫേമാണ്. കാരണം ഞങ്ങളുടെ മുന്നേ തന്നെ 2-3 ചെക്കന്മാർ വീണിട്ടുണ്ടായിരുന്നു. സോ നമ്മളെപ്പോഴാണ് പോവുകയാണെങ്കിലും ഒന്ന് കംഫർട്ടായിട്ടുള്ള ഡ്രസ്സസ് ഇടുക, അതേപോലെ തന്നെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഡ്രസ്സ് ഇടുക, അതേപോലെ തന്നെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഷൂസുകൾ ധരിക്കുക. സോ ദാറ്റ് നിങ്ങൾക്ക് തന്നെ ഒരു ബാലൻസ് ഔട്ട് കിട്ടാൻ എളുപ്പമായിരിക്കും. പിന്നെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഞങ്ങൾ പോയന്ന് നല്ല തിരക്കായിരുന്നു. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു, പല സ്ഥലത്തുനിന്ന് വന്ന ആൾക്കാരുണ്ടായിരുന്നു. സോ ഇറ്റ് വാസ് വെരി റഷി ഡേ. ഞങ്ങൾ പോയ ദിവസം നല്ലൊരു ദിവസമേ ആയിരുന്നില്ല, നല്ല തിരക്കും. ഞങ്ങൾക്കൊന്ന് കുറച്ച് കൂടുതൽ നേരം ഇരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയെന്ന് വെച്ചാൽ പറ്റിയില്ല, കാരണം അത്രയും തിരക്കായിരുന്നു. ആൾക്കാരുടെ ഒച്ചപ്പാടും ബഹളവും എല്ലാതുമായിട്ട് ഞങ്ങൾ അത്ര ഒന്നും എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. സോ അതുകൊണ്ടാണ് ഞങ്ങൾ പറയണത്, പോവുകയാണെങ്കിൽ വീക്കെൻഡ്സിൽ പോവുക, സോ ദാറ്റ് യു ക്യാൻ എൻജോയ് ദി ടൈം ഓവർ ദെയർ. ബെസ്റ്റ് ടൈം ടു വിസിറ്റ് കർണേശ്വർ മഹാദേവ് വിൽ ബി ഒരു പോസ്റ്റ് മോൺസൂൺ ടൈമിലായിരിക്കും കുറച്ചും കൂടി നന്നാവുക. ജൂൺ സെപ്റ്റംബറിൻ്റെ ഉള്ളിൽ വന്നിട്ട് ഈ ഒരു സ്ഥലം എക്സ്പീരിയൻസ് ചെയ്യുന്നത്. കാരണം വാട്ടർഫാൾസും പിന്നെ അല്ലെങ്കിൽ നല്ല ചൂടായിരിക്കും, അല്ലെങ്കിൽ നല്ല തണുപ്പായിരിക്കും. സോ നിങ്ങൾക്കൊരു വാട്ടർഫാളോ അല്ലെങ്കിൽ ഒരു നേച്ചറിനെ ഒരു ഫീൽ ചെയ്യാൻ പറ്റില്ല ആ സമയത്ത്. സോ ബെസ്റ്റ് ടു വിസിറ്റ് ഇസ് ജൂൺ ടു സെപ്റ്റംബർ. അതിൻ്റെ ഇടയിൽ വന്നിട്ട് കർണേശ്വർ വിസിറ്റ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്.